ഇപ്പൊ ഇന്ത്യൻ സിനിമയിൽ എത്ര ലീഡിങ് ക്യാരക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ആവേശത്തിലില്ല, മഞ്ഞുമൽ ബോയ്സിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മലയാള സിനിമയിൽ ഇവരൊക്കെ വെറുതെ ഇരിക്കുകയാണ് അല്ലല്ലോ. ഈ ഒരു സിനിമയിൽ എത്രത്തോളം സ്ത്രീകളുടെ പ്രാധാന്യം, ഈ ഒരു സിനിമയിൽ എത്രത്തോളം സ്ത്രീകൾക്ക് പ്രാധാന്യം? അത്യാവശ്യം നല്ല പ്രാധാന്യമാണ്. മലയാള സിനിമയിലെ നടിമാർ എവിടെയാണ് കിട്ടും? അതായത് റീസെന്റ് ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇല്ലാത്ത സിനിമകളും ഒരുപാട് ആവേശം നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ മഞ്ഞൾ ബോയ്സൊക്കെ ആണെങ്കിലും ഈ ലേഡി ക്യാരക്ടേഴ്സ് ഇല്ല. അല്ലെങ്കിൽ അഞ്ജലി മേനോനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടാണ്? അല്ല, അങ്ങനെ അത്തരത്തിൽ ഇമ്പോർട്ടൻസ്, കാരണം ഒരു കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ ഇന്ത്യൻ സിനിമയിൽ എത്ര ലീഡിങ് ക്യാരക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ആവേശത്തിലില്ല, മഞ്ഞുമൽ ബോയ്സിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മലയാള സിനിമയിൽ ഇവരൊക്കെ വെറുതെ ഇരിക്കുകയാണ് അല്ലല്ലോ. അങ്ങനെയൊന്നുമല്ലോ. ഫീമെയിൽ ഇവിടെ എത്ര ഫീമെയിൽ ഓറിയന്റഡ് സിനിമകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ക്യാൻസൽ ഇവരെ ചെയ്ത സിനിമയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ദിവ്യ പ്രഭയും ഇവരൊക്കെ കനിയൊക്കെ പോയി അല്ലാതെ അവർക്ക് അവാർഡ് കിട്ടി. അത് ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമ അല്ലേ, അല്ലേ? ഫീമെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ്. ഞാൻ സിനിമയുടെ കഥ എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സിനിമകളില്ല എന്ന് പറയുന്നില്ല, അത്തരത്തിലുള്ള കഥകൾ ഒരു കഥക്ക് ഡിമാൻഡ് ചെയ്യുന്ന പോലെയല്ല. അല്ലാണ്ട് ഇവരെ സ്ത്രീകളെ മൊത്തത്തിൽ മാറ്റി വെച്ചേക്കാന്നുകൊണ്ട് സിനിമ ചെയ്യുന്നില്ല. അൾട്ടിമേറ്റ്ലി സിനിമ ഓടണമെങ്കിൽ ഫീമെയിൽ പ്രസൻസ് നമ്മൾ റൊമാൻറ്റിക് സിനിമ ചെയ്യുമ്പോൾ സ്ത്രീകളെ മാറ്റി വെക്കാൻ പറ്റും. ഇല്ലല്ലോ, സ്വാഭാവികമായിട്ടും പ്രണയ സിനിമകൾ വാങ്ങിപ്പോൾ ഇപ്പൊ ഞാൻ ആദ്യം ചെയ്ത സിനിമ ലവ് ആക്ഷൻ ഡയറക്ട് ചെയ്തപ്പോൾ എനിക്ക് ഇതിനെ കൊണ്ട് അല്ല, സ്വാഭാവികമായിട്ടും അത്തരം സിനിമകൾ വരുമ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന കഥകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നല്ലേ പറ്റൂ. അതുകൊണ്ട് ഇല്ല, ആ രീതിയിലായിരിക്കില്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ആണോ? ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ കുറഞ്ഞു കാണും, അല്ലെങ്കിൽ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു കാണാം. അതുകൊണ്ട് ചിലപ്പോൾ കാണുന്നതായിരിക്കും. അല്ലാണ്ട് എനിക്കങ്ങനെ മലയാള സിനിമയിൽ അങ്ങനെ സ്ത്രീ സാന്നിധ്യം കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ അവരെവിടെ കാരണം അവരുടെ എല്ലാ മിക്ക ആക്ടേഴ്സും അല്ലെങ്കിൽ മിക്ക ആക്ട്രസ്മാരും ഡേറ്റ് പോലില്ലാത്ത അവസ്ഥയാണ്. അറിയില്ല, അങ്ങനെ ഒരിക്കലും എനിക്കറിയില്ല എന്തുകൊണ്ട് അവർക്ക് സിനിമയില്ലാന്ന് ഞാൻ എനിക്ക് തോന്നി അങ്ങനെ ഒരു കാര്യം സ്ത്രീകൾക്ക് പ്രാധാന്യത്തിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും അവരങ്ങനെ സംസാരിക്കാൻ ഫീൽ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ഫീൽ. ഈ ഒരു സിനിമയിൽ എത്രത്തോളം സ്ത്രീകളുടെ പ്രാധാന്യം, ഈ ഒരു സിനിമയിൽ എത്രത്തോളം സ്ത്രീകൾക്ക് പ്രാധാന്യം? അത്യാവശ്യം നല്ല പ്രാധാന്യമാണ്. അത് പറയുന്നത്